അവർ പറഞ്ഞു മാക്സിമം ഒരു ആധാരത്തിന് 25 ലക്ഷമാണ് കിട്ടുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾ 13 ലക്ഷം ഓൾറെഡി എടുത്തു വച്ചേക്കുന്നതാണ്. ഇനി ബാക്കി 12 ലക്ഷം ഉള്ളു കിട്ടാനായിട്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തരാനുള്ള ഒരു ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ പഴയ ലോണ് അടച്ചു തുടങ്ങുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തരാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞത്. പക്ഷെ അപ്പച്ചനിങ്ങനെ പറഞ്ഞു വേറെ വഴിയില്ല, ഞങ്ങൾക്ക് ഇതിങ്ങനെ പൈസ കൊടുക്കണം, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും മോളെയും കൂട്ടി നാളെ ബാങ്കിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പച്ചനും കൂടി ഈ കാശ് രൂപം കൈ പിടിച്ച് ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ കൂടി കമ്മിറ്റി കൂടി ആ ലോൺ പാസ്സാക്കി തന്നു. ലോൺ ശരിക്കും പറഞ്ഞാൽ 12 ലക്ഷമാണ് ലോൺ കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക്. പക്ഷേ 12,90,000 രൂപ അവർ ഞങ്ങൾക്ക് പാസ്സാക്കി തന്നു. അങ്ങനെ ലോൺ ഈ പറഞ്ഞ സമയത്തിന് ഞങ്ങൾക്ക് ലോൺ പാസ്സായി പൈസ അടയ്ക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ 28-ാം തീയതി വീണ്ടും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. 28 എന്ന് പറയുന്നൊരു ഡേറ്റ്. ആ 28-ാം തീയതി തന്നെ എനിക്കെൻ്റെ ടിക്കറ്റ് വന്നു. ഇനി നവംബർ 7-ാം തീയതി ഞാൻ UK പോവുകയാണ്. എനിക്കവിടെ ജോലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ UK നവംബർ 7-ാം തീയതി പോവുകയാണ്. അങ്ങനെ മാതാവ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത്. 1 വർഷത്തോളമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് പുറകെ നടക്കുന്നു വിദേശത്തേക്ക് പോകാനായിട്ട്. പക്ഷേ 1 വർഷം ആവണതിന് മുന്നേ മാതാവ് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്തിരുന്ന ആളാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടണമെന്ന്. എൻ്റെ മനസ്സെൻ്റെ മാതാവ് കണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അതാണ് മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചത്. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ഞാൻ പറഞ്ഞതുപോലെ കുർബാന ഞായറാഴ്ചകളിൽ കാണുന്ന ഒരാളായിരുന്നു ഞാൻ. ഉടമ്പടി എടുത്തതിന് ശേഷം കുർബാന ഡെയിലി കാണാൻ തുടങ്ങി. പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥന അരമണിക്കൂറോളം അത് പ്രാർത്ഥിക്കും. അതും മറ്റുള്ളവർക്ക് വേണ്ടി, മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി